ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് നമ്മൾ ഒരു ചേമ്പിൻ്റെ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ചേമ്പിനിങ്ങനെ നല്ലോണം വൃത്തിയാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ മുറിച്ചിടണം. നമ്മൾ അതിൻ്റെ ചപ്പും അതിൻ്റെ തണ്ടും ഇങ്ങനെ മുറിച്ചിട്ട് വെക്കണം. എല്ലാം മുറിച്ചിട്ട ശേഷം ഇതിനെ 2-3 പ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിനെ വേപ്പിക്കാൻ വെക്കണം. ഇനി വെള്ളം പിന്നെ എത്ര ഉപ്പ് വേണോ നോക്കിയിട്ട് ചപ്പ് ഇട്ടിട്ട് നല്ലോണം വേപ്പിക്കണം. എന്നിട്ട് ഇതിന് നമുക്ക് വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, കാന്താരി, പച്ചമുളക്. കുറച്ച് കാന്താരി കൂടുതലുണ്ടെങ്കിൽ ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ പച്ചമുളകും കാന്താരിനെയും കുറച്ച് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്താൽ നമുക്ക് വായിൽ കടിക്കൂല, അപ്പോൾ നല്ല കുറച്ച് എരിവും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ക്രഷ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രഷ് ചെയ്ത ഇതിനെ നമ്മൾ വേപ്പിക്കാൻ വെച്ച ഈ ചപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കണം. നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് വെന്തതിൻ്റെ ശേഷം ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേപ്പിക്കണം. വെന്തതിൻ്റെ ശേഷം നമ്മൾ ഇതിന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ലോണം എണ്ണ ഒഴിക്കണം. നല്ല എണ്ണ ഉണ്ടെങ്കിലേ ഇതിനൊരു നല്ലൊരു രുചി ഉണ്ടാവും. അതുകൊണ്ട് നല്ല എണ്ണയും ഒഴിച്ച് ഇതിന് കടുക്, കുറച്ച് ഉഴുന്ന പരിപ്പ്, പിന്നെ കുറച്ച് ഉണക്കമുളക് ഇത് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്യണം. പിന്നെ കുറച്ച് ഉള്ളിയും ഇട്ട് നല്ലോണം വറുത്തെടുക്കണം. പിന്നെ അതിൽ കുറച്ച് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കണം. നല്ലോണം ഫ്രൈ ആവണം. എന്നിട്ട് ഫ്രൈ ആയിട്ട് നമ്മൾ വേപ്പിക്കാൻ വെച്ച മറ്റേ ചേന ചപ്പിൽ ഇത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇതിനെ പതപ്പിച്ചെടുത്താൽ നമ്മളെ ചേന ചപ്പ് കറി റെഡി. നല്ല ചോറും ചൂട് ഈ ചേന ചപ്പ് കറിയും ഇട്ടിട്ട് തിന്നാൻ വാവ്, നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളും ട്രൈ ചെയ്യുക.